അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ ഒരു ചാൺ മാത്രമാണ് ഉയർത്തപ്പെട്ടത് എന്ന് വ്യത്യസ്തരായ സ്വഹാബിമാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹും, അബൂബക്കർ സിദ്ദീഖിൻ്റെ പേരക്കുട്ടിയായ ഖാസിം, അദ്ദേഹം തൻ്റെ പിതൃ സഹോദരി അമ്മായിയായ ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ വന്നപ്പോൾ അവർ ആവശ്യപ്പെട്ടത് നേരത്തെ ബഹുമാനായ മാലിക് സലഫിയുടെ സംസാരത്തിൽ പരാമർശിക്കപ്പെട്ടു. ഇക്ഷിഫീലി അൻ ഖബരി റസൂലില്ലാഹി വ ഖബരി സ്വാഹിബൈഹി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറും രണ്ട് കൂട്ടുകാരുടെ ഖബറും എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും എപ്പോഴും വന്ന് കണ്ടുപോകുന്ന സിയാറത്ത് ടൂറുകൾ ധാരാളമായി ഉള്ള വാഹനങ്ങൾ ധാരാളമായി വന്നിറങ്ങുന്ന ഒരു ദർഗയായിരുന്നു അത് എങ്കിൽ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. ആയിഷ ബീവിൻ്റെ റൂമിലാണ് ഖബറുള്ളത്. ആ ഖബറിനും അവർ കിടക്കുന്നതിനും ഇടയിൽ അവർ ചെറിയ വിരി ഇട്ടിരുന്നു എന്ന് കാണാൻ കഴിയും. ആ വിരിക്ക് അപ്പുറത്ത് ഖബർ, ഇപ്പുറത്ത് ആയിഷ ബീവിയുടെ താമസം. ആ പള്ളിയിൽ എല്ലാ നേരം നിസ്കരിക്കാൻ വരുന്ന ആളായിരിക്കുമല്ലോ അബൂബക്കർ സിദ്ദീഖിൻ്റെ പേരക്കുട്ടി. അവരാണ് അമ്മായിയുടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്നത്, എനിക്ക് ഖബറൊന്ന് കാണിച്ചു തരുമോ? ഫകശഫത് ലി അൻ സലാസതി ഖുബൂർ, അവർ എനിക്ക് 3 ഖബറുകൾ കാണിച്ചു തന്നു. അത് ഭൂമിയോട് നിരപ്പായി കിടക്കുന്നതല്ല, ഉയർത്തപ്പെട്ടതുമല്ല, ബൽ റുഫിഅത് നഹ്വ ശിബിരിൻ, ഒരു ചാണോളം അത് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നത്. ഇതാണ് നബി തങ്ങളുടെ ഖബറിൻ്റെ ശരിയായ രീതി. അന്ന് അവിടെ വേറെ ചുമരുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആയിഷ ബീവിയുടെ റൂമിലാണ് ആ ഖബറുള്ളത്. ആയിഷ ബീവി ആ റൂമിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നു. പിന്നീട് മദീന പള്ളി വികസിപ്പിച്ചപ്പോൾ നബി തങ്ങളുടെ ഭാര്യമാരുടെ റൂമുകളൊക്കെ അവർ പള്ളിയുടെ ഭാഗമാക്കി മാറ്റി. അന്നും ആയിഷ ബീവിയുടെ ആ റൂം പള്ളിയുടെ ഭാഗമാക്കി മാറ്റിയിട്ടില്ല. അതിനു ശേഷം പിന്നീട് 65 രണ്ടാമതൊരു പുനർനിർമ്മാണം മദീന പള്ളിക്കുണ്ടായപ്പോൾ അന്നാണ് ആ ഭാഗം കൂടി ചില നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. അന്നും അത് ആ ഖബർ പ്രത്യേകമായി സംരക്ഷിക്കുകയും നിസ്കരിക്കുമ്പോൾ അതിലേക്ക് തിരിയാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായ ചുമരുകൾ വെക്കുകയും അങ്ങനെ 2 ചുമരുകൾക്കുള്ളിലായി അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് അത് പുറത്ത് വീണ്ടും ചുമരുണ്ടായി. അതിന് 3 ചുമരുകൾക്കുള്ളിലാണ് ഇന്ന് ആ ഖബറുള്ളത്. ആ ഖബറുകളിൽ കടക്കാൻ വാതിലുകളില്ല എന്നതാണ് സവിശേഷത. അതുകൊണ്ട് ആ ഖബർ കണ്ടവരാരും നൂറ്റാണ്ടുകളായി ലോകത്തില്ല. ഈ 3 ചുമരുകൾക്കുള്ളിൽ അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഉള്ളിലേക്ക് കടക്കാൻ പോലും കവാടങ്ങളില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദുആയുടെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ആ ചുമരുകൾ എന്നാണ്.